വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് 1600 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 1674, 52 വീക്ക് ലോ 785. പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി കമ്പനിയായ വരുൺ ബിവറേജിൻ്റെ ROE 35%, ROCE 28.8%. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി സ്റ്റിംഗ് എന്ന പ്രോഡക്റ്റ് കൂടി മാർക്കറ്റിലെത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ മികച്ച റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് മാർജിനും ഉറപ്പാക്കിയിരുന്നു. 2668 കോടിയിൽ നിന്നും സെയിൽസ് 4317 കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 16% നിന്നും 23% ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 144 കോടിയിൽ നിന്നും 548 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 35%, പ്രോഫിറ്റ് ഗ്രോത്ത് 77%, ROE 30%. പ്രൊമോട്ടേഴ്സ് 63% നിന്നും സ്റ്റേക്ക് 62.9% കുറച്ചിട്ടുണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 26.5 നിന്നും 25.7 കുറഞ്ഞു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3.5% നിന്നും 4.16% ഉയരുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 6.7 നിന്നും 7.1 എത്തുകയും ചെയ്തു. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. മുമ്പ് 1350 സപ്പോർട്ടും 1550 റെസിസ്റ്റൻസുമായിരുന്നു സ്റ്റോക്കിനുള്ളത്. 1550 ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം സ്റ്റോക്ക് 1650 വരെ ഉയർന്നു. അവിടെ നിന്നും സ്റ്റോക്ക് 1650 1550 ഇടയിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുകയാണ്. ഇവിടെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കുലർ രീതിയിലുള്ള ബ്രേക്കൗട്ട് വരാനുള്ള പോസിബിലിറ്റിയും സ്റ്റോക്കിലുണ്ട്. ഇവിടെ നിന്നും 1650 എന്ന ലെവൽ സ്റ്റോക്ക് മറികടക്കുകയാണെങ്കിൽ 1780, 1800, 1900 പോലുള്ള ടാർഗറ്റുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 1500 സ്റ്റോക്കിൻ്റെ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ അപ്ഡേറ്റ് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് പോളിക്യാബ് ഇന്ത്യ 6691 ട്രേഡ് ചെയ്യുന്നു. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 56.22. വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ ലീഡിംഗ് കമ്പനിയാണ്. ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 1% നെഗറ്റീവ് റിട്ടേൺ നൽകി. റീസെൻ്റ്ലി കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെല്ലിംഗ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ 7200 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 6600 ട്രേഡ് ചെയ്യുന്നു. പോളിക്യാബ് ഇന്ത്യ എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. നവൂമ എന്ന ബ്രോക്കേജ് ഏജൻസി 7700 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. പോളിക്യാബ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 89% റിട്ടേൺ നൽകുകയും 2 വർഷം കൊണ്ട് 206% റിട്ടേൺ നൽകുകയും 3 വർഷം കൊണ്ട് 235% റിട്ടേൺ നൽകുകയും ചെയ്തു. പോളിക്യാബ് ഉൾപ്പെടുന്ന കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റ് തന്നെ 28% CAGR കൂടിയുള്ള വളർച്ച കൈവരിച്ചേക്കും എന്നാണ് നവൂമയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ പോളിക്യാബിൻ്റെ റവന്യൂ 28%, EBITDA 35%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 44% CAGR കൂടിയുള്ള വളർച്ച കൈവരിച്ചു. 2024-26 ഫിനാൻഷ്യൽ ഇയറിൽ പോളിക്യാബിൻ്റെ റവന്യൂ 17%, EBITDA 17%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 16% CAGR കൂടിയുള്ള വളർച്ച കൈവരിച്ചേക്കും എന്നാണ് നവൂമയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് നവൂമ 7700 രൂപയുടെ ടാർഗറ്റ് നൽകി. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസിയും പോളിക്യാബിൽ ബുള്ളിഷാണ്. 8420 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. പോളിക്യാബ് 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ 25% പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് CAGR ഗ്രോത്ത് കൈവരിക്കും എന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും കൂടുതൽ മാർക്കറ്റ് ഷെയർ കമ്പനി നേടുകയും ചെയ്യും. ഇൻഹൗസ് പ്രൊഡക്ഷനിൽ 95% വർധനവും ഗ്രോസ് മാർജിനിൽ 29% വർധനവും കമ്പനി നേടുമെന്ന് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് ജെഫ്രീസ് 8420 രൂപയുടെ ടാർഗറ്റാണ് പോളിക്യാബിന് നൽകിയിരിക്കുന്നത്. പോളിക്യാബ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുന്നു. 6800 രൂപയുടെയും 6600 രൂപയ്ക്കും ഇടയിലുള്ള റേഞ്ചിലാണ് സ്റ്റോക്ക് മൂവ്മെൻറ്റ് നടത്തുന്നത്. 6600 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് ചിലപ്പോൾ 6400, 6200 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിഞ്ഞേക്കും. അതേസമയം 6800 എന്ന ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 7000, 7250, 7700 പോലുള്ള ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്